വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലഹരിയുടെ ഉപയോഗം ഒരു ഭാഗത്ത്. മലപ്പുറത്ത് ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ HIV ബാധ. വളാഞ്ചേരിയിൽ 9 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. സൂചിയിൽ ലഹരി നിറച്ച് ഉപയോഗിക്കുന്നതിനിടെയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യവകുപ്പും കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിതി വിലയിരുത്താൻ മലപ്പുറം കലക്ടറേറ്റിൽ DMOയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ശിവദാസ്, ആരോഗ്യവകുപ്പ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ? ഈ 9 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ? ആ എണ്ണം കൂടാനുള്ള സാധ്യതയുമില്ലേ? ഇത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇങ്ങനെ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഈ സിറിഞ്ച് വഴി ഇത്തരത്തിൽ ലഹരി ശരീരത്തിൽ കുത്തിവെച്ച് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ രോഗം സ്ഥിരീകരിക്കുന്നത്. അത് തുടർച്ചയായി തന്നെ കൂട്ടം കൂടിയിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നത്. ഈ ഉപയോഗിച്ച സിറിഞ്ച് തന്നെ വീണ്ടും വീണ്ടും അവർ ഉപയോഗിക്കുന്നു. ഇങ്ങനെ കൂട്ടം കൂടി ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരത്തിൽ HIV ബാധ അടക്കം വിതരണക്കാരടക്കം ഈ സിറിഞ്ച് ഉപയോഗിക്കുന്ന വിതരണക്കാരാണ് ഇത്തരത്തിലുള്ള സിറിഞ്ചിൽ ഈ ലഹരി നിറച്ചുകൊണ്ട് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് കൈമാറുന്നത്. പിന്നീട് ഈ കൈമാറ്റം ചെയ്യപ്പെട്ട ആളുകൾ അത് ഒരു കൂട്ടായ്മയിലൂടെ ആ ലഹരി ഉപയോഗിക്കുന്നു. അങ്ങനെ അത് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സംസ്ഥാനത്ത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇതുവഴി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 2 മാസത്തിനിടെ മാത്രം 9 പേർക്കാണ് ഇങ്ങനെ HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യം ഒരാൾക്കായിരുന്നു രോഗബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് അത് ഇയാളെ പരിശോധിച്ചതിലൂടെയാണ് ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് സംശയത്തിന്റെ പേരിലാണ് മറ്റുള്ളവരെ കൂടി ഈ രീതിയിലുള്ള പരിശോധന നടത്തിയത്. അതിൽ 9 പേർക്ക്, മൊത്തത്തിൽ 9 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 6 മലയാളികൾക്കും 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും കൂട്ടായ്മയിലൂടെ സിറിഞ്ച് വഴി ലഹരി ഉപയോഗിക്കുന്നത് വ്യാപകമായിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു നടപടി ഇല്ലാത്തതും ഇതിനെ ഒരു തണലായി മാറുന്നുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടറേറ്റിൽ ആരോഗ്യ വകുപ്പ് അടക്കം ഒരു നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറേറ്റിൽ അടിയന്തര യോഗം ചേരുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ യോഗം ചേരുന്നുണ്ട്. യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആവിഷ്കരിക്കും. ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം തടയാനുള്ള നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രോഗം ബാധിച്ചവരെ ഏത് രീതിയിൽ ചികിത്സ നൽകാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത്തരത്തിൽ ഉള്ളത്. HIV ബാധിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അനിൽ നമ്പ്യാർ. ശിവദാസ്, നേരത്തെ തന്നെ 2 സ്ഥലങ്ങളിൽ നിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലപ്പുറത്ത് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. മാത്രമല്ല, ഈ ലഹരി കടത്തിൽ അല്ലെങ്കിൽ ഈ സംഘത്തിൽപ്പെട്ടവർ എല്ലാം മലപ്പുറത്ത് നിന്ന് ഉള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. പ്രധാനമായും ഭൂരിഭാഗവും അവിടെ നിന്ന് ഉള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്? ആശുപത്രി കേസുകൾ, അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ പരിശോധന നടത്തിയത്? എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചിട്ടാണോ ആരോഗ്യവകുപ്പ് ഇങ്ങനെയൊരു പരിശോധനയ്ക്ക് മുതിർന്നത്? ആദ്യം ഒരാൾക്കാണ് ഇത്തരത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നത്. ഈ വ്യക്തിയെ ആദ്യം പരിശോധിച്ചു. അതായത് ഈ ഒരു HIV ബാധയുടെ ലക്ഷണങ്ങൾ ഇയാൾ കാണിച്ചിരുന്നു. അതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. അങ്ങനെയാണ് പിന്നീട് റിസൾട്ട് വന്നപ്പോൾ ഇയാൾക്ക് HIV ബാധ സ്ഥിരീകരിച്ചത്. ഈ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് മറ്റുള്ള ആളുകളെ കൂടി പരിശോധിക്കാനുള്ള ഒരു തീരുമാനം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് മറ്റുള്ളവരെ കൂടി ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നു. അതിനുശേഷം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നത്. അതിനുശേഷം ഈ ഏകദേശം പരിശോധിച്ചവരിൽ 9 പേർക്ക് ഇത് സ്ഥിരീകരിക്കുന്നു. അതായത് മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ 2 മാസത്തിനിടെ 10 പേർക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 9 പേരും വളാഞ്ചേരി ഭാഗത്തുള്ള ആളുകളാണ്. വളാഞ്ചേരിയിൽ ഒരു ഭാഗത്ത് തന്നെ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്. അതിൽ 6 മലയാളികളും ഉണ്ട്. കൂട്ടത്തിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഉള്ളത്. ഏകദേശം ഇവർ ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം വ്യാപകമായി തന്നെ കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് സിറിഞ്ചുകളിൽ ലഹരി നിറച്ച്
അത് കുത്തിവെക്കുന്ന ഒരു രീതി, ആ സിറിഞ്ച് തന്നെ മറ്റുള്ള ആളുകളും ഉപയോഗിക്കുന്നു. അങ്ങനെ അതിങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിങ്ങനെ കൈമാറിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നത്, സിറിഞ്ച് കൈമാറിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രോഗം വ്യാപിക്കുന്നത്. HIV ബാധ എന്ന് പറയുന്നത് ഗുരുതരമായ ഒരു രോഗം തന്നെയാണ്. കൃത്യമായി തന്നെ ചികിത്സ ഇല്ലാത്ത ഒരു രോഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇതിനെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളെല്ലാം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കാരണം സംസ്ഥാനത്ത് പല ഇടങ്ങളിലും ഇത്തരത്തിൽ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിക്കുന്നത് തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇത് ഗൗരവത്തിൽ എടുത്ത് ഇതിന്റെ തുടർ നടപടികൾക്ക് വേണ്ടി ഇത്തരത്തിൽ യോഗങ്ങൾ ചേരുന്നുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ അടക്കം യോഗങ്ങൾ ചേർന്ന് ഇനി തുടർ നടപടികൾ സ്വീകരിക്കുന്നു.